എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് KU ബാൻഡ്. സാറ്റലൈറ്റ് പരിചയപ്പെടുത്തുന്ന മുന്നേ ഞാൻ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഇതെല്ലാം ഒന്ന് കാണിക്കാം. ഡിഷ് സംബന്ധമായ എല്ലാ ഐറ്റംസും ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഡിഷ് സെയിൽ ചെയ്യുന്നത് ജാംസിൻ്റെതാണ്. KU ബാൻഡും C ബാൻഡും ചെയ്യുന്നുണ്ട്. 6 ഫീറ്റ് മുതൽ 12 ഫീറ്റ് വരെയുള്ള ഡിഷുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്നെ നേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയയ്ക്കുക. എൻ്റെ വീഡിയോ കാണുന്ന പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ് സർവീസിനെ കുറിച്ച്. വേറെ സ്ഥലത്തുനിന്ന് മേടിച്ച ഡിഷ് സർവീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ എവിടെ നിന്ന് സാധനം മേടിച്ചാലും ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സർവീസ് ചെയ്യാറുണ്ട്. അങ്ങനെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ നേരിട്ട് വിളിക്കാം. അത് നിങ്ങൾ എവിടെ നിന്ന് സാധനം മേടിച്ചാലും ഞാൻ സർവീസ് ചെയ്ത് കൊടുക്കും. എൻ്റെ അടുത്തുനിന്ന് മേടിക്കണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുടെ അടുത്തുനിന്ന് മേടിക്കാം. സാറ്റലൈറ്റിൻ്റെ പേര് എക്സ്പ്രസ് 80 ഡിഗ്രി. ഇനി ട്രാക്ക് ചെയ്ത ഡിഷ് കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടിയിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ട്രാക്ക് ചെയ്ത ഡിഷ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന 6 ഫീറ്റ് ഓഫ്സെറ്റ്. ഈ കാണുന്ന 6 ഫീറ്റ് ഡിഷിൽ ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കി. എനിക്ക് 80 ഡിഗ്രിയുടെ സിഗ്നൽ കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വയ്യ. ശ്രമമാണ്. ശ്രമിച്ച് നോക്കുക. ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നീടാണ് ഞാൻ 6 ഫീറ്റ് ഓഫ്സെറ്റിൽ ട്രാക്ക് ചെയ്തത്. 52 ഡിഗ്രി യാസാറ്റ് നമുക്ക് ഈ ഡിഷിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. 6 ഫീറ്റിൽ KU ബാൻഡ് LMB വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം. അതേസമയത്ത് അതേ രീതിയിൽ വരുന്ന ആ സിഗ്നൽ 80 ഡിഗ്രിക്ക് കിട്ടുന്നില്ല. ഏത് സാറ്റലൈറ്റും ട്രാക്ക് ചെയ്യുമ്പോൾ LMB സ്ക്യൂ കറക്റ്റ് ആയിരിക്കണം. അത് കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് സിഗ്നൽ കിട്ടാൻ പാടാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന്. LMB സ്ക്യൂ വെക്കേണ്ടത് തായ്ക്കോം 78 ഡിഗ്രിക്ക് വെക്കുന്ന പോലെ തന്നെ അത്ര തന്നെ താവണ്ട. ഒന്നുകൂടി ഇങ്ങോട്ട് താന്നാലും അതിൻ്റെ സിഗ്നൽ നഷ്ടപ്പെടില്ല. എന്നാൽ 80ൻ്റെ സിഗ്നൽ നഷ്ടപ്പെടും. ഈ രീതിയിൽ വെച്ചാൽ മതി. ഡിഷിൻ്റെ ബാക്കിലെ ചെരിവ് ഇവിടെ നിന്ന് ടാപ്പ് പിടിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് 24 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 24 സെൻറ്റിമീറ്റർ. ഡിഷിൻ്റെ ചെരിവ് വരേണ്ടത് തെക്ക് ഭാഗത്തേക്കാണ്. ഇത് 87 ഡിഗ്രിയാണ് C ബാൻഡ് നിൽക്കുന്നത്. ഓഫ്സെറ്റ് നിൽക്കുന്നത് 80 ഡിഗ്രി. ചെറിയ മാറ്റമേ ഉള്ളൂ. സ്റ്റഡി ആയിട്ട് നിൽക്കും. 80, 87 നോക്കുക. ഒന്നും കൂടി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ കാണുന്നത്. നിങ്ങൾ ടാറ്റ സ്കൈ ആദ്യം പിടിക്കുക. ടാറ്റ സ്കൈ 83 ഡിഗ്രിയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടാറ്റ സ്കൈ ആദ്യം പിടിച്ചതിന് ശേഷം LMB സ്ക്യൂ ഒന്നും കൂടി അടിയിലോട്ട് താത്തിയതിന് ശേഷം ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത്. ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്നത് 1 TP ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സിഗ്നൽ കാണിക്കാം. സ്ട്രോങ് TP എന്ന് പറയാനില്ല, 1 TP ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സിഗ്നൽ കാണിക്കാം മീറ്ററിൽ. പിന്നീട് നമുക്ക് റിസീവർ ട്യൂൺ ചെയ്യാം. അതിൻ്റെ പിക്ചർ കാണിക്കാം. ഫ്രീക്വൻസി 10981, വെർട്ടിക്കൽ 42,177. 54% വന്നാലാണ് ലോക്കാകുന്നത്. അത് കറക്റ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ സ്റ്റില്ലില്ലാതെ കിട്ടും. ഉണ്ടല്ലോ 54. ഇത് കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ റിസീവറിൽ നമുക്ക് ട്യൂൺ ചെയ്ത് നല്ല രീതിയിൽ പിക്ചർ കാണാം.
റിസീവർ ട്യൂൺ ചെയ്തപ്പോൾ കിട്ടിയത് 5 ചാനൽ, 3 ചാനലാണ് ഫ്രീ ചാനലായിട്ട് കിട്ടുന്നത്. ഇനിയും പുതിയ ചാനലുകൾ ഈ സാറ്റലൈറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പുതിയ സാറ്റലൈറ്റാണ്, നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ചാനലുകൾ വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓഫ്സെറ്റൊക്കെ ഡിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക. ഈ സാറ്റലൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കാം. അപ്പോൾ ഇതേപോലുള്ള പുതിയ സാറ്റലൈറ്റിനെ കുറിച്ചുള്ള അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.